സംസ്ഥാനത്തെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു ആശയം മുന്നോട്ട് വെച്ചു. സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും കൃത്യമായി നികുതി പിരിച്ചാൽ 15,000 കോടി രൂപ പിരിച്ചെടുക്കാമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. എന്നാൽ കേന്ദ്ര സർക്കാർ കനിയാതെ ഇതിന്റെ കണക്ക് പോലും കിട്ടില്ലെന്ന കാര്യം സതീശന് വലിയ അറിവില്ലെന്ന് തോന്നുന്നു. സതീശൻ മുന്നോട്ട് വെച്ച ആശയം ഒട്ടും പ്രായോഗികമാകില്ലെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയായിരുന്നു തോമസ് ഐസക് സതീശന് മറുപടി കൊടുത്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ധനപ്രതിസന്ധിക്കുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റമൂലി വായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. സതീശൻ പറയുന്നത് സ്വർണത്തിൽ നിന്നും 15,000 കോടി രൂപ നികുതി പിരിക്കുമെന്നാണ്. കേരളത്തിന്റെ റവന്യൂ കമ്മി തന്നെ ഇതോടെ ഇല്ലാതാകും. ഇതാണ് UDF ധനകാര്യ മേഖലയിൽ കൊണ്ടുവരാൻ പോകുന്ന മാജിക്. സതീശൻ പറഞ്ഞ കാര്യം കൂടി പറയാം. സ്വർണത്തിന് 2001 1 ഗ്രാമിന് 400 രൂപയിൽ താഴെയാണ്. 8 ഗ്രാമാണ് ഒരു പവൻ. 3,200 രൂപ ഒരു പവന്. 2001 നമുക്ക് 500 കോടിയോളം രൂപ ടാക്സ് ആയി കിട്ടും. ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇന്ന് സ്വർണത്തിന്റെ വില എത്രയാണ്? 88,000 രൂപ. 2001 3,000 അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്ര ഇരട്ടി? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്ന സ്ഥലവും കേരളം. അപ്പോൾ അതിന്റെ ഭാഗമായി ഏകദേശം ഒരു 30 ഇരട്ടിയോളം ടാക്സ് വർദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും കിട്ടുന്നത് 500 കോടി രൂപ. ടാക്സ് അടയ്ക്കാതെ ബിസിനസ് നടക്കുകയാണ് സ്വർണത്തിൽ. കേരളത്തിൽ നിന്ന് എത്ര ഗോൾഡ് വിൽക്കുന്നുണ്ട് എന്ന് അറിയാൻ പറ്റണം. അതിൽ എത്ര ഗോൾഡ് ആണ് കടകളിൽ കൂടി വിറ്റിട്ട് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്? അപ്പോൾ സത്യത്തിൽ 10,000 15,000 രൂപയുടെ ടാക്സോ ഗോൾഡിൽ നിന്ന് മാത്രം കിട്ടിയേനെ. 15,000 കോടി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ഇതാണ് സതീശൻ പറയുന്ന കാര്യം. ആദ്യം തന്നെ ഇതിൽ ചെറിയൊരു തിരുത്ത്. 2006 UDF ഭരണം അവസാനിക്കുമ്പോൾ സ്വർണ്ണ നികുതി വരുമാനം 23 കോടി രൂപയാണ്. വാറ്റിൽ കോമ്പോസിഷൻ കൊണ്ടുവന്നതിന്റെ ഫലമായി ഇത് 2011 ആയപ്പോൾ 450 കോടി രൂപയായി. GST വന്നപ്പോൾ നികുതി എത്ര? ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ഞെട്ടരുത്. GST നികുതി അടയ്ക്കുന്ന ഫോമിൽ ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി അടയ്ക്കുന്നതെന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്വർണത്തിൽ നിന്ന് എത്ര നികുതി കിട്ടുന്നുവെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റുകയുമില്ല. ഇത് സംബന്ധിച്ച് തർക്കം വേണ്ട. ജോൺ ബ്രിട്ടാസ് MP പാർലമെന്റിൽ ഇനം തിരിച്ചുള്ള GST വരുമാനത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരു വിവരം ലഭ്യമല്ല എന്ന് കേന്ദ്ര ധനമന്ത്രി മറുപടി നൽകി. കേരളത്തിലേക്ക് എന്തെല്ലാം ചരക്കുകൾ കൊണ്ടുവരുന്നു, എന്തെല്ലാം വിൽക്കുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവേ ബില്ല് ഡാറ്റാബേസ് പരിശോധിക്കുക. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവേ ബില്ല് വേണം. ഒരു ചരക്കിന് മാത്രം ഇത് നിർബന്ധമായിരുന്നില്ല. ഇത് സ്വർണത്തിനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആകെ വേണ്ടത് ഇന്ന വ്യക്തിയെ അല്ലെങ്കിൽ സ്ഥാപനത്തെ കാണിക്കാൻ കൊണ്ടുപോകുന്നതാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തി സൂക്ഷിച്ചാൽ മതി. തുടക്കം മുതലേ ഇതിനെ എതിർത്ത് വന്ന സംസ്ഥാനം കേരളമാണെന്ന കാര്യം പ്രതിപക്ഷ നേതാവിന് അറിവുണ്ടായിരിക്കില്ല. കേരളത്തിന്റെ നിലപാടിനെ നിശ്ചിതമായി ചെറുക്കുന്ന സമീപനമാണ് ഗുജറാത്ത് UP സർക്കാരുകളുടെ നേതൃത്വത്തിൽ BJP സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണവും പറയാം. കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഗണ്യമായ ഭാഗം നേപ്പാൾ വഴി ഗുജറാത്തിലേക്കാണ് പോകുന്നത്. സ്വർണത്തിന്റെ നീക്കം പുറത്തിറങ്ങിയാൽ സുരക്ഷിതത്വ പ്രശ്നം സൃഷ്ടിക്കുമെന്നതായിരുന്നു അവരുടെ വാദം. ഒടുവിൽ ഒരു ഉപസമിതിയെ വെച്ചു. അതിന്റെ അധ്യക്ഷൻ തോമസ് ഐസക്കും. അവസാനം മഹാരാഷ്ട്രയുടെ മധ്യസ്ഥതയിൽ ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് സ്വർണത്തിന് ഇ-വേ ബില്ല് ഏർപ്പെടുത്താമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്യാൻ ധാരണയായി. എന്നാൽ ഇത് GST കൗൺസിൽ അംഗീകരിച്ചത് കഴിഞ്ഞ വർഷം മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്ത് നിന്നോ കൊണ്ടുവരുന്ന സ്വർണത്തിന് ഇ-വേ ബില്ല് നിർബന്ധമാക്കാൻ കേരളത്തെ കൗൺസിൽ അനുവദിച്ചില്ല. കേരളത്തിനകത്തുള്ള വിൽപ്പനയ്ക്ക് മാത്രമാണ് ഇ-വേ ബില്ല്. അതിൽ തന്നെ ഭാഗികമായ അനുവാദം മാത്രമാണുള്ളത്. ഇ-വേ ബില്ലിലെ ചരക്ക് നീക്കം നടത്തുന്ന വാഹനത്തിന്റെ വിവരം നൽകേണ്ട ഭാഗമായ പാർട്ട് B സ്വർണത്തിന്റെ കാര്യത്തിൽ നടപ്പിലാക്കാൻ കൗൺസിൽ ഇന്നും അനുവദിച്ചിട്ടില്ല.
ഇങ്ങനെ കേരളത്തിനകത്ത് മാത്രമുള്ള നിലവിലെ പാതി ഇ-വേ ബില്ല് സംവിധാനം കൊണ്ട് വെട്ടിപ്പ് തടയാനാവില്ല. കാരണം സംസ്ഥാനത്തിന് പുറത്തുള്ള ജ്വല്ലറി ബ്രാഞ്ചുകളുമായി കൃത്രിമ കച്ചവടത്തിന്റെ രേഖകൾ ഉണ്ടാക്കി നികുതി വെട്ടിപ്പ് നടത്താനാകും. ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ സംസ്ഥാന സർക്കാർ കയ്യും കെട്ടിയിരുന്നിട്ടില്ല. കണക്കിൽപ്പെടുത്താത്ത 108 കിലോ സ്വർണം കണ്ടുപിടിച്ച 2024 ഒക്ടോബറിൽ 700 നികുതി ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് നടത്തിയ തൃശൂർ റെയ്ഡ് പരമ്പരയിലേതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 2025ലും ഇതുപോലെ മറ്റൊരു വ്യാപക റെയ്ഡ് നടത്തി. ഇതുകൊണ്ടൊക്കെ പരിമിതമായ പ്രത്യാഘാതങ്ങളെ ഉണ്ടാകൂ. GST നിയമവ്യവസ്ഥയിൽ അടിസ്ഥാനപരമായ പൊളിച്ചെഴുത്തുണ്ടാകണം. സ്വർണത്തിന് ഇ-വേ ബില്ല് എല്ലാ സംസ്ഥാനങ്ങളിലും അന്തർ സംസ്ഥാന ഇടപാടുകൾക്കും നിർബന്ധമാക്കണം. ഈ ഇൻവോയ്സിംഗ് സംവിധാനത്തിലൂടെ കച്ചവട സ്ഥാപനങ്ങളിലെ വിൽപ്പന വിവരങ്ങൾ അറിയാനുള്ള സംവിധാനം ഒരുക്കണം. കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഇ-വേ ബില്ലുള്ള സ്വർണം സംബന്ധിച്ച് തത്സമയം വിവരം പോർട്ടലിൽ നിന്ന് അറിയാനുള്ള അവകാശം സംസ്ഥാനത്തിന് നൽകണം. ഇതൊന്നും ഉറപ്പുവരുത്താതെ സ്വർണ്ണ നികുതി വരുമാനം കുത്തനെ ഉയർത്താമെന്നത് ദിവാസ്വപ്നം മാത്രമാണ്.